അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 32ാമത് ജില്ലാ സാഹിത്യോത്സവ വേദിയിൽ ലഹരിയെ തുരത്താം എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ ഏറെ മുന്നിലാണ് കേരളം. അതേസമയം ലഹരി ഉപയോഗത്തിലും അതിൻ്റെ പ്രത്യാഘാതത്തിലും കേരളം മുന്നിട്ട് നിൽക്കുന്നു എന്നത് ദുഃഖകരമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളം ഗൗരവത്തോടെ സംസാരിക്കുന്നത് ലഹരിയെക്കുറിച്ചാണ്. പൊതുസമൂഹം ഒന്നടങ്കം ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കുക എന്നത് അപൂർവവും അസാധാരണവുമാണ്. സമകാലിക സംഭവങ്ങൾ ജനങ്ങളെ അത്രമേൽ ഭയപ്പെടുത്തിയിരിക്കുന്നു. യുവാക്കളെയും കൗമാരക്കാരെയും മറികടന്ന കുട്ടികളിലും ലഹരി മാഫിയ വേരാഴ്ത്തുകയാണ്. നമ്മുടെ കലാലയങ്ങൾ ലഹരി വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രങ്ങളായി മാറുന്നത് നമ്മെ ഭയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ ശരാശരി പ്രായം 22 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് അത് 12 വയസ്സായി ചുരുങ്ങി എന്ന പഠനം നമ്മുടെ നാട്ടിൽ ചെന്ന് പതിച്ച അപകടത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സംസ്ഥാനത്തെ മുഖ്യ ഭക്ഷ്യധാന്യമായ അരി വാങ്ങാൻ ചിലവിടുന്നതിൻ്റെ 3 ഇരട്ടിയോളം തുക മദ്യം വാങ്ങാൻ മലയാളി വർഷം തോറും ചിലവഴിക്കുന്നു എന്നതാണ് ഔദ്യോഗിക കണക്ക്. ലഹരി ഉപയോഗം എന്നത് വിട്ടുമാറാത്ത ഒരു രോഗമാണ്. ഒരുതരം അടിമപ്പെടലും വിധേയത്വവുമാണത്. നമ്മുടെ മനസ്സിനെയും തലച്ചോറിനെയും കീഴടക്കുന്നു. പുതിയ തരം ലഹരി വസ്തുക്കളുടെ തുടർച്ചയായുള്ള ഉപയോഗം മൂലം മാനസിക നില തെറ്റിയ മാംസമില്ലാത്ത അസ്ഥികൂടമായാണ് നമ്മെ മാറ്റുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചുറ്റുപാടുകളിലെ പ്രലോഭനങ്ങളോട് നോ പറയാൻ നാം പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഈ ലോകത്ത് സൃഷ്ടിച്ച അനേകം സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തമാക്കിയത് വിശേഷ ബുദ്ധി നൽകിയാണ്. ചിരിക്കാനും ചിന്തിക്കാനും കാര്യങ്ങൾ വേർതിരിച്ചറിയാനുമുള്ള മനുഷ്യൻ്റെ കഴിവ് അല്ലാഹു തആല നൽകിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എനിക്കാവശ്യമില്ല എന്ന പ്രഖ്യാപനമാണ് ഓരോ ലഹരിക്കടിമപ്പെട്ടവനും ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ലഹരി ഉപയോഗത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ച മതമാണ് ഇസ്ലാം. ലഹരി സർവ്വ തിന്മകളുടെയും താക്കോലാണെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. നന്മകൾ നിരാകരിക്കുകയും തിന്മകൾ സ്വീകരിക്കുകയും ധർമ്മപാഠങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുകയും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഞങ്ങൾക്ക് വേണ്ട എന്ന നവലിബറൽ ആശയങ്ങളും രാഷ്ട്രീയവും സമൂഹത്തിൽ ഇന്ന് കാണുന്ന അപജയങ്ങൾക്ക് വേഗത കൂട്ടുന്നു. പരിഹാരത്തെക്കാളേറെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. പരിഹാരത്തെക്കുറിച്ചാണ് നാം കൂടുതൽ സംസാരിക്കേണ്ടത്. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ പരിഹാരം സാധ്യമാകൂ. ശക്തമായ ബോധവൽക്കരണം പാഠപുസ്തകങ്ങളിലും സിലബസുകളിലും ഉൾപ്പെടുത്തിയുള്ള അവബോധമുണ്ടാക്കൽ, നല്ല കൂട്ടുകെട്ടുകൾ, നല്ല യാത്രകൾ, ഫാമിലി കൗൺസിലിംഗ്, കർശനമായ നിയമനിർമ്മാണം തുടങ്ങിയവയാണ് ലഹരിയെ നിർത്തലാക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ. മദ്യവും ലഹരി വസ്തുക്കളും തിന്മയായി കാണുന്നതിന് പകരം അവ അന്തസ്സിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും പ്രതീകമായി കാണുന്ന ചിന്താധാരകളെ തച്ചുടച്ചേ മതിയാകൂ. കുടുംബം, മതം, വിശ്വാസം, പൊതുജനാഭിപ്രായം തുടങ്ങിയ സാമൂഹിക നിയന്ത്രണം ശക്തമാക്കിയാൽ ഒരു പരിധിവരെ ലഹരി വ്യാപനത്തെ നമുക്ക് തടുത്തു നിർത്താൻ സാധിക്കും. ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.